നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സച്ചേട്ടാ, ഇനി ആലോചിച്ച് വിഷമിച്ചിട്ട് എന്താ കാര്യം? വരാനുള്ളതെല്ലാം വന്നു പോയില്ലേ? അങ്ങനെ സമാധാനിക്കാൻ എനിക്ക് പാടാണ് അർച്ചന. അമ്മ മരിച്ചതിന് ശേഷം ഞാനും അച്ഛനും കൂടി സന്ദീപിനെ സ്നേഹം വളർത്തി വലുതാക്കിയത് അങ്ങനെയാണ്. ഒരിക്കൽ പോലും ദേഹം നോവിക്കാതെ ഞാനും അച്ഛനും നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വളർത്തിയെടുത്തവനാ അപ്പുറത്തെ മുറിയില് മുറിവും വേദനയായിട്ട് കിടക്കുന്നത്. സന്ദീപിന് ഇതിങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ അതും സച്ചിയുടെ പരാജയം. സച്ചേട്ടാ, ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാവുന്നതേ ഉള്ളൂ. സന്ദീപിന്റെ ദേഹത്ത് പറ്റിയ മുറിവിനേക്കാൾ മുറിവ് പറ്റിയത് അവന്റെ മനസ്സിന്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വേണം ഇപ്പൊ നമ്മൾ ചിന്തിക്കാൻ. വാശിയും വൈരാഗ്യമൊക്കെ പിന്നീടുള്ള കാര്യ. എനിക്കറിയാം സന്ദീപിനെ ഈ ഒരു അവസ്ഥ കാണുന്നത് സച്ചേട്ടന് സഹിക്കാൻ പറ്റാത്ത കാര്യമാണെന്ന്. കുറച്ചു ദിവസമാണെങ്കിലും അവൻ അത്രയ്ക്ക് അനുഭവിച്ചിട്ടുണ്ട്. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ പറയാം, ഇപ്പൊ വേണ്ടത് നമ്മുടെ ചെറുക്കനെ പഴയ രീതിയിൽ കൊണ്ടുവരിക എന്നുള്ളതാ. സച്ചേട്ടൻ അതിനെക്കുറിച്ച് ആലോചിക്കാം. അർച്ചന, നമ്മളിന്ന് ഡൽഹിയിൽ വെച്ച് ഞാനും താനും സന്ദീപും ആതിരയും കൂടി ഒരു യാത്ര പോകുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ? ആ, പറഞ്ഞിരുന്നു. അത് നമുക്കിപ്പം പ്ലാൻ ചെയ്താലോ? അത് നല്ലൊരു കാര്യം സച്ചേട്ടാ. ഒരു യാത്ര പോയാ എല്ലാം ഒന്ന് റിലാക്സ് ആവുന്ന എന്റെ മനസ്സ് പറയുന്നുണ്ട്. ആതിരയ്ക്കും അത് വലിയൊരു ആശ്വാസവും. എങ്കിൽ പിന്നെ താൻ തന്നെ അതൊക്കെ പ്ലാൻ ചെയ്യും. നമ്മുടെയും ഈ പ്രഷറൊക്കെ ഒന്ന് കുറയുമല്ലോ. സച്ചേട്ടാ, ആതിരെ കൊണ്ടുപോണ്ടേ? പിന്നെ കൊണ്ടുപോകാതെ? പക്ഷെ അതെങ്ങനെ സാധ്യമാവും സച്ചേട്ടാ? സാധ്യമാകും. ഇങ്ങനെ നമ്മൾ വിചാരിച്ചതൊക്കെ നിസ്സാരമായി പരിഹാരം കണ്ടില്ലേ നമ്മള്? താൻ നല്ലതുപോലെ ആലോചിക്കാം. എന്നിട്ട് അതിനനുസരിച്ചൊരു തീരുമാനം ഉണ്ടാക്കാൻ. എന്റെ മൈൻഡ് ഇപ്പൊ ശരിയല്ലാതാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.